ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈൽ അംലാനി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ എക്സാം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫുള്ള ടോപ്പിക്കുകൾ ഇങ്ങനെ പഠിപ്പിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, പക്ഷേ കഷ്ടപ്പെടാതെ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം കഷ്ടപ്പെട്ടാണ് ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ +2 ക്ലാസ് കഴിഞ്ഞ ഉടനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുമായിട്ട് വരുന്നത്. സ്ലൈഡ് സെറ്റ് ചെയ്തു, ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ക്ലാസ്സുമായിട്ട് വരികയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എഫേർട്ടുള്ള റിസൾട്ടും കൂടി ആയിരിക്കണം നിങ്ങളുടെ ഫുൾ A+ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഫീൽ ചെയ്തതെന്ന് ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽകോണും ആംഗിൾ ഓഫ് ഡിപ്രഷൻ അഥവാ കീഴ്കോണുമാണ്. ആദ്യം തന്നെ അത് രണ്ടും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. ഒരു ബിൽഡിംഗ്, ഇതൊരു ടവറാണ്, വലിയൊരു ടവർ. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരാൾ ആ ടവറിന്റെ മുകൾ ഭാഗം നോക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ. അപ്പോൾ ഈ കാണുന്ന ഒരാൾ ഇവിടെയാണ് ഉള്ളതെങ്കിൽ അയാളുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ, മേലോട്ട് നോക്കുന്ന ആംഗിളാണിത്. ഓക്കെ, ഈ ഒരു ഐഡിയ. അപ്പോൾ ഈ കാണുന്ന ആംഗിളിനെ, മേലോട്ട് നോക്കുന്ന ആംഗിളിനെ മേൽക്കോൺ എന്നും ഇതേ ആൾ താഴെയുള്ള ഭാഗത്തെ നോക്കുന്ന ആംഗിളിനെ കീഴ്ക്കോൺ അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നും പറയും. അപ്പോൾ ഈ കാണുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, മാറിപ്പോവരുത്. ഓക്കെ, ഇതാണ് ബേസിക് ഐഡിയ. ഇനി ഇതേ ചോദ്യം തന്നെ എങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ ഉയരമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എക്സ്ട്രാ ആയിട്ടൊരു വര വരക്കണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നായിരിക്കണം വരയ്ക്കേണ്ടത്. അതാണ് ചേഞ്ച്. അതായത് ഒരാളുടെ ഹൈറ്റ് തന്നാൽ എക്സ്ട്രാ ആയിട്ട് ഒരു വര കൂടി വരും. എന്നിട്ട് ഇവിടെയും ജോയിൻ ചെയ്യിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ട്. ഇതാണ് ഹൈറ്റ് തന്നിട്ടും ഹൈറ്റ് തരാതെയുമുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. മേലോട്ട് നോക്കുമ്പോൾ മേൽക്കോൺ, താഴോട്ട് നോക്കുമ്പോൾ കീഴ്ക്കോൺ. ഓക്കെ, ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ, ബേസിക് ഐഡിയ. ഇനി നമുക്ക് ഓരോ ചോദ്യം ചെയ്ത് നോക്കാം മക്കളെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ചിത്രം വരയ്ക്കുമ്പോൾ ഒരാളുടെ ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടാൽ മതി. അയാളുടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വര കൂടി എക്സ്ട്രാ വരക്കണം. ഓക്കെ, സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലും സ്ഥിരമായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് 5 മാർക്ക് തന്നെ ഈ ടോപ്പിക്കുന്നുണ്ടാവും, മിസ്സാക്കരുത്. ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹിയർ ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ 5 മാർക്കിന് ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ എന്താക്കുന്നുണ്ട്? അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ, ഒരു പുഴക്കരയിൽ നിൽക്കുന്നുണ്ട്. സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. പുഴക്കരയിൽ നിന്നും മറുകരയിലുള്ള ഒരു റിവറിന്റെ മറുകരയിലുള്ള മരത്തിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഒരു പുഴക്കരയിൽ നിന്നും നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹൈറ്റ് തന്നിട്ടില്ല. അപ്പം നിങ്ങളൊരു ഡോട്ട് ഇട്ടാൽ മതി. ഇതാണ് പുഴ, റിവർ. ഇതിന്റെ മറുകരയിൽ അല്ലെങ്കിൽ അക്കരയോട് ചേർന്നിരിക്കുന്ന മരത്തിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രി മേൽക്കോൺ എന്ന് എഴുതുക, ആംഗിൾ ഓഫ് എലവേഷൻ. എന്നിട്ട് എന്ത് പറയാണ്? സ്റ്റെപ്പിംഗ് 20 മീറ്റേഴ്സ് ബാക്ക്, 20 മീറ്റർ പിറകോട്ട് നടക്കുന്നു. 20 മീറ്റർ പിറകോട്ട്, ഇതാണ് അയാൾ 20 മീറ്റർ പിറകോട്ട് നടക്കുന്നു. എന്നിട്ട് ഇതേ മരത്തിന്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു? യെസ്, 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, ഒരു സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇതേ ചിത്രം 60ഉം 30ഉമാണ് വന്നതെങ്കിൽ ഒരു കിടിലൻ ഈസി മെത്തേഡ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ആംഗിൾ 60ഉം ഈ കാണുന്ന ആംഗിൾ 30ഉം ആണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്യാം. എല്ലാവരും ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഇൻ ദ പിക്ചർ ആംഗിൾ ABD = 120 ഡിഗ്രി എന്ന് എഴുതി വെക്കുക. സെൻറ്റൻസ് ആയിട്ട് എഴുതുക. ആംഗിൾ ABD = 120. അടുത്ത സെൻറ്റൻസിൽ ആംഗിൾ ADB = 30. കാരണം എന്താ? ഈ കാണുന്ന ആംഗിൾ 120, ഇത് 30, 150. അപ്പോൾ ഇത് എത്രയാണ്? 180 മൊത്തം വരിക. എന്നിട്ട് അടുത്ത സെൻറ്റൻസിൽ എഴുതുക AB = BD. AB BD ഈക്വൽ ആണ്, ദാറ്റ് ഈസ് = 20 മീറ്റർ. ഓക്കെ, ഇപ്പോൾ 4 വരി എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൺസിഡർ ട്രയാങ്കിൾ BCD. എന്നിട്ട് എന്ത് എഴുതുക? 30, 60, 90 എന്ന് എഴുതുക. 90ന് ഓപ്പോസിറ്റ് 20 ആണ്. 90ന് ഓപ്പോസിറ്റ് എത്രയാണ്? 20 ആണ്. എങ്കിൽ 30ന് ഓപ്പോസിറ്റ് എത്രയ്ക്കും? അതിൻ്റെ നേരെ പകുതി 10, 10√3. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, ദ വിഡ്ത്ത് ഓഫ് ദി റിവർ ഈസ് 10 മീറ്റർ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസ് 10√3 മീറ്റർ. ഇത്ര എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ്? 5 മാർക്കാണ്. ഇനി ഒരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ആംഗിൾ 60ഉം ഈ കാണുന്ന ആംഗിൾ 30ഉം ഇതേ ചിത്രവുമാണ് എങ്കിൽ, അങ്ങനെ 4-5 തവണ സെയിം ചിത്രം സെയിം അളവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഇത്രേ ഉള്ളൂ. ഇവിടെ ഏതാണോ നമ്പർ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിൻ്റെ കൂടെ √3 ഇട്ട് കൊടുത്താൽ ഇതിന് ആൻസറായി. അപ്പോൾ അതൊരു സിമ്പിൾ ട്രിക്കാണ്. പക്ഷേ നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ എഴുതിയാൽ ഫുൾ മാർക്കാണ്. സെറ്റാണല്ലോ? 5 മാർക്ക് പോക്കറ്റിലായി. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതേ ടോപ്പിക്ക് ചെറിയൊരു മാറ്റമുണ്ട്. A boy standing at the edge of a canal sees the top of a tree at an other edge at an elevation of 60 degree. അതായത് ഒരു ബോയ് ഉണ്ട്. ആ ബോയ് എന്താക്കുന്നുണ്ട്? മറുകരയുള്ള മരത്തിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നുണ്ട്, 60 ഡിഗ്രി. ശേഷം എന്താക്കുന്നുണ്ട്? സ്റ്റെപ്പിംഗ് 10 മീറ്റേഴ്സ് ബാക്ക്, 10 മീറ്റർ പിറകോട്ട് നടക്കുന്നുണ്ട്.
ഇതേ മരത്തിൻ്റെ മുകൾ ഭാഗം 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലേഷനിൽ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അവസാനം ഒരു കാര്യം കൊണ്ട് ദ ബോയ് ഈസ് 1.5 മീറ്റർ ടോൾ. ബോയുടെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ആ ബോയിൻ്റെ ഹൈറ്റ് എന്താക്കണം, ഇങ്ങനെ വരക്കണം. അതാണ് ആകെയുള്ള എക്സ്ട്രാ സ്റ്റെപ്പ്. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന ഹൈറ്റ് 1.5 മീറ്റർ ആണ്. 1.5 മീറ്റർ. ഓക്കെ, ഇത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ഡ്രോ എ റഫ് ഫിഗർ, ചിത്രം വരച്ചു. കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ഓഫ് ദി കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ. ഈ കനാലിൻ്റെ വിഡ്ത്തും ഹൈറ്റ് ഓഫ് ദി ട്രീയും കാണാൻ, ഇത് രണ്ടും കാണാൻ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 60-30 ആണെങ്കിൽ ഇവിടെയുള്ള അളവ് എത്രയാണോ അതിന് നേരെ പകുതി അവിടെ വരിക, ഇവിടെ അതിൻ്റെ √3 വരിക. നേരത്തെ എഴുതി അതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യാം. ABCD ഓരോ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ABD = 120, ADB = 30. അങ്ങനെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എന്താക്കുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓരോ സ്റ്റെപ്പും നേരത്തെ എഴുതി അതേ സ്റ്റെപ്പ്. ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്താൽ വിഡ്ത്ത് ഓഫ് ദി റിവർ, പുഴയുടെ വീതി 5 മീറ്ററാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഹൈറ്റ് ഓഫ് ദി ട്രീ എത്രയായിരിക്കും? ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഹൈറ്റും വരും, അതിൻ്റെ പുറമെ ഈ നീളവും വരും. സോ 1.5 + 5√3. ഇതാണ് ആകെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 5 മാർക്കിൻ്റെ ചോദ്യമാണ്, പക്ഷേ ഒരേ ടൈപ്പാണ്. ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ, ചോദ്യം വായിച്ചു. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ. ഒരു ടവർ, ഇതാണ് ടവർ. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ എന്താക്കുന്നുണ്ട്? ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 meters away at an elevation of 60 degree. ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ബിൽഡിംഗ്, അത് നമ്മൾ ആദ്യം വലുതാക്കി വരച്ചു വെക്കാം, എന്നിട്ട് വേണേൽ ചെറുതാക്കിയാൽ മതി. 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലേഷനിൽ കാണുന്നു. 60 ഡിഗ്രി മേൽക്കോൺ. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി വരച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ. ക്ലൈംബിംഗ് ടു ദി ടോപ്പ് ഓഫ് ദി ടവർ. ഈ ടവറിൻ്റെ മുകൾ ഭാഗത്തേക്ക് അയാൾ കയറുന്നു. ഇത് ടവർ, ഇത് ബിൽഡിങ്. ഈ ടവറിൻ്റെ മുകൾ ഭാഗത്തേക്ക് അയാൾ കയറുന്നു. എന്നിട്ട് ഈസ് ദ ടോപ്പ് ഓഫ് എലേവേഷൻ ഓഫ് 45 ഡിഗ്രി. എന്നിട്ട് മുകൾ ഭാഗം 45 ഡിഗ്രി. അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് നോക്കണമെങ്കിൽ ഇത് വലുതായിരിക്കും. ഓക്കെ, ഇവിടുന്ന് താഴോട്ടാണ് നോക്കണമെങ്കിൽ ഇത് ചെറുതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, മാറ്റി വരച്ചാൽ മതി. അപ്പോൾ ഇവിടം വരെ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു വര, എവിടെയൊക്കെ പോയിന്റ് അവിടെയൊക്കെ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇത് 45 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി. ഇതിൽ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ? കുട്ടിയുടെ ഹൈറ്റ് എവിടെയും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കേണ്ട, എക്സ്ട്രാ വര വരക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് എക്സ്ട്രാ വരക്കേണ്ട ആവശ്യമില്ല. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ വരക്കണം. നമ്മൾ തന്നിട്ടുണ്ട് ഈ കാണുന്ന നീളം 20 മീറ്റർ എവേ ആണ്. സോ ഇതിന് നല്ലൊരു പേര് കൊടുക്കാം, ABCD. ഓക്കെ, ABCD. ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇതും 20 ആണ്. അത്രയും നമുക്ക് എഴുതാൻ പറ്റും. ഒന്നാമത് ചോദ്യം എന്താണെന്നറിയോ? വാട്ട് ഈസ് റഫ് ഫിഗർ വരക്കുക. ശേഷം വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇത് 90 ആണ്, ഈ കാണുന്നത് 30 ആണ്. സോ 30, 60, 90. മക്കളെ നോക്കൂ, 30-ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 60-ന് ഓപ്പോസിറ്റ് എത്ര? 30-ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 60-ന് ഓപ്പോസിറ്റ് 20√3. അപ്പോൾ നമുക്ക് മനസ്സിലായി BD = 20√3 മീറ്റർ. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഓരോ ചോദ്യം ടഫുള്ള ക്വസ്റ്റ്യനൊക്കെ വരാണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഈ കാണുന്ന ഹൈറ്റ് കാണാൻ ഇത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഈ മുഴുവൻ നീളം എന്ന് പറയുന്നതും 20√3 ആണ്, മുഴുവൻ നീളം. അപ്പോൾ അതിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ 2 മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ നോക്കുക. അത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാണ്ടാവുള്ളൂ. 2 റൈറ്റ് ട്രയാങ്കിൾ, 1, 2. ഇത് 2 വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നീളം കണ്ടുപിടിക്കാം. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ നീളത്തിൽ നിന്നും ഈ നീളം അങ്ങ് ഒഴിവാക്കിയാൽ ഈ നീളം കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത് 45:45:90. അപ്പോൾ നമുക്കറിയാം ഇത് 45 ആണ് മൊത്തം വരിക, 45. ഈ 45-ന് ഓപ്പോസിറ്റ് 20 സോ 20:20:20√2. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നീളം എത്രയാണ്? 20 ആണ്. CD = 20. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് AE ആണ്. നമുക്കറിയാം AEയും BCയും ഈക്വൽ ആണ്. AE = BC, AE = BC = 20√3 - 20. 20√3-ൽ നിന്നും 20 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 20 × √3 - √3ൻ്റെ വില കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 1.73 - 1, ദാറ്റ് ഈസ് 20 × 0.73. ഇത് ഗുണിക്കുക തന്നെ വേണം. 20 × 0.73, 20 × 0.73. ഇതെങ്ങനെ ഗുണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. 20 അറിയാത്ത ആളുകൾ ഇന്നലത്തേക്ക് ലൈവ് പോയി നോക്കുക, അതിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഡെസിമൽ ഫോം എങ്ങനെ മൾട്ടിപ്ലൈ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, നമ്മളെ വീഡിയോ തന്നെ വരും കേട്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഐഡിയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ 20 × 73/100 ചെയ്താൽ മതി.
ഇപ്പോൾ 0.0 വെട്ടാം 2 × 73 146 146/10 സമം 14.6 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നിങ്ങൾ എത്രയാണ് 14.6 ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്, അടുത്ത ഇതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 ബിൽഡിംഗ്. 2 ബിൽഡിങ്ങുകൾക്കിടയിൽ എന്താക്കുന്നു? 2 ബിൽഡിംഗ്, ഇതൊരു ബിൽഡിങ്, ഇതൊരു ബിൽഡിങ്. 2 ബിൽഡിങ്ങുകൾക്കിടയിൽ ഒരാൾ എന്താക്കുന്നത്? നിൽക്കുന്നുണ്ട്. ഈക്വൽ ഹൈറ്റ് ആണ്. 2 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ്? സെയിം ആണ്. ഈക്വൽ ഹൈറ്റ്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നത്? ദ ബോയ് ആൻഡ് ദി ബിൽഡിംഗ് ആർ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ബോയും ബിൽഡിങ്ങും സ്ട്രെയിറ്റ് ലൈനിലാണ്. കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? ഹി സീസ് ദ ടോപ്പ് ഓഫ് ദോസ് ബിൽഡിംഗ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 45 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. 2 ബിൽഡിങ്ങും 45 ഡിഗ്രിയിലും 30 ഡിഗ്രി അയാൾ നോക്കുന്നു. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഏത് ആംഗിൾ ആയിരിക്കും 45, ഏത് ആംഗിൾ ആയിരിക്കും 30? മക്കളെ, നമുക്കറിയാം ഇങ്ങനെ ഇതിനോട് അടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ആംഗിൾ വലുതാവും. എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം ആംഗിൾ വലുതാവും. എത്രത്തോളം അങ്ങോട്ട് പോകുന്നോ അത്രത്തോളം ഈ ആംഗിൾ ചെറുതാവും. അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിൾ എവിടെ വരിക? ഏറ്റവും നീളമുള്ള, ഇവിടേക്ക് ഏറ്റവും നീളമുള്ളത്. സോ ഈ കാണുന്ന നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിലും ഈ കാണുന്ന ആംഗിൾ എത്രയ്ക്കും? 30ഉം ഈ കാണുന്ന 45ഉം. കാരണം ബിൽഡിങ്ങോട് ഏതാണോ അടുത്തേക്ക് വരുന്നത്, ആൾ എവിടെയാണോ അടുത്തേക്ക് വരുന്നത് അവിടുത്തെ ആംഗിൾ ആയിരിക്കും വലുതുണ്ടാവുക. ദ നിയറസ്റ്റ് ബിൽഡിംഗ് ഈസ് 20 മീറ്റർ അവേ ഫ്രം ഹിം. അപ്പോൾ 45 ഡിഗ്രീൻ്റെ 20 മീറ്റർ ആണ്. നിയറസ്റ്റ് ബിൽഡിംഗ് 45 ഡിഗ്രി ഉണ്ടാവുക. ഏറ്റവും വലിയ ആംഗിളാണ് ഏറ്റവും അടുത്തുണ്ടാവുക. ഡ്രൈ റഫ് ഫിഗർ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ്. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇത് 45 ഡിഗ്രി ആയിരിക്കും. 45-ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എത്രയാണ്? 20. ഇത്ര എഴുതിയാൽ 2 മാർക്കാണ്. അപ്പോൾ മൊത്തം 3 മാർക്കായി. ചിത്രം വരച്ചു, ഉത്തരം എഴുതി. അടുത്തത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ്. ഈ 2 ഡിസ്റ്റൻസുകൾ നമുക്കറിയാം, ഈ കാണുന്ന നീളം എത്രയാണോ ആ സെയിം നീളമായിരിക്കും ഇവിടെയും വരിക, അല്ലേ? അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയ്ക്കടാ? 20√3. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 20 + 20√3. ഇവിടെ √3ൻ്റെ വില കാണാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്ര എഴുതിയാലും ഫുൾ മാർക്കാണ്. ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 20 × 1 + √3, അതായത് 20 × 1.73 2.73 വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 20 × 2.73 1 + 1.73 ദാറ്റ് ഈസ് 2.73. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ കിട്ടുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാർ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. മക്കളെ, അതൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ കാണുന്ന ചോദ്യം നോക്കിക്കോ. എ പേഴ്സൺ സ്റ്റാൻഡിങ് 80 മീറ്റർ അവേ ഫ്രം എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് 45 ഡിഗ്രി. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 80 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ ടവറിൻ്റെ മുകളറ്റ 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഒരു ടവറിൻ്റെ ചുവട് ഇവിടുന്ന് 80 മീറ്റർ അകലെ, 80 മീറ്റേഴ്സ് അകലെ നിൽക്കുന്ന ഒരാൾ 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. 80 മീറ്റർ. പിന്നെന്താ പറഞ്ഞത്? എതിർ ദിശയിൽ നോക്കുന്ന ഒരാൾ മറ്റുള്ള 50 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് എലവേഷൻ കാണുന്നത്. മറ്റൊരു ദിശയിലുള്ള ഒരാൾ 50 ഡിഗ്രി. ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ടവറും ആളുകളും ഒരേ വരയിലാണ്. ടവറും ആളുകളും, ഈ 2 ആളുകളും ഈ ടവറും ഒരേ വരയിലാണ്. ഏകദേശം ചിത്രം വരച്ചു, 1 മാർക്ക് അല്ലെ 2 മാർക്ക്. ടവറിൻ്റെ ഉയരം എത്ര? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? ഈസി ആയിട്ട് കിട്ടും. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്നത് 45 ഡിഗ്രിയാണ്. സോ 45:40 ഇത് 80 മീറ്റർ ആണ്. അപ്പം 3 മാർക്കായി. എന്ത് സിമ്പിളല്ലേ? ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? ആളുകൾ തമ്മിലുള്ള അകലം അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് 80 മീറ്റർ ആണ്. അപ്പോൾ ഇതും കൂടി കിട്ടിയാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് ഏതൊക്കെ ആംഗിൾ തന്നിട്ടുണ്ട്? എല്ലാ ടൈപ്പും തന്നിട്ടുണ്ട്. സൈന്, കോസ്, ടാനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ചെയ്യുന്നതാണ് നല്ലത്. ഈ കാണുന്നതിന് നല്ലൊരു പേര് കൊടുക്കാം, ABCD. ഓക്കെ, ക്ലാസ്സുകളുടെ പറ്റി അഭിപ്രായം പറയാൻ മടിക്കരുത്. നോക്കൂ മക്കളെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന സൈഡാണ്. ഈ കാണുന്ന സൈഡ് അറിയാം, ഈ കാണുന്ന ആംഗിളും അറിയാം. അതായത് ഓപ്പോസിറ്റും അറിയാം, അഡ്ജസൻറ്റ് കണ്ടുപിടിക്കണം. എതിർവശവും അറിയാം, സമീപവശം കണ്ടുപിടിക്കണം. സോ എതിർവശം അറിയാമെങ്കിൽ സമീപവശം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ടാൻ ആണ്. എന്താണ്? ടാൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് BC. ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന BC നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 80/tan50 എന്ന് എഴുതണം. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ BC ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇൻറ്റു BC ഇൻറ്റു tan50 കൊണ്ടുവന്നാൽ 80/tan50. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഒരു കുഴപ്പമില്ല. അതായത് 80/tan50 എത്രയാണ്? tan50 = 1.19. 80/1.19. പക്ഷേ ഇതിനേക്കാൾ സിമ്പിൾ എന്താണെന്നറിയോ? ഇതിനേക്കാൾ സിമ്പിൾ ഈ കാണുന്ന ആംഗിൾ എത്ര നിങ്ങൾക്കറിയാം? 40 ആണെന്നറിയാം. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എന്താണ്?
ടാൻ 40 യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ഉപകാരം എന്താ വെച്ചാൽ ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബി സി ബൈ 80. അപ്പോൾ ബൈ 80 ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 80 ഇൻറ്റു ടാൻ 40 ഈക്വൽ ടു ബി സി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് കിട്ടും, ആൻസർ കിട്ടും. രണ്ടിൻ്റെ ആൻസർ സെയിം ആയിരിക്കും കേട്ടോ. ടാൻ 40 പറഞ്ഞാൽ എത്രയാണ്? 0.84. അപ്പോൾ നിങ്ങൾ 80 ഇൻറ്റു 84/100 ചെയ്യുക. 0 വെട്ടും. 8 ഇൻറ്റു 84 എത്ര ബൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നീളം കിട്ടും. 8 ഇൻറ്റു 60 8 64 8 ഇൻറ്റു 84 672 ബൈ 10 സമം 6.72 കിട്ടും. 6.72. അപ്പോൾ ഈ നീളം എത്രയാണ്? 6 അല്ലേ? 67 അല്ലേ? 67.2. 67.2. അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര നിങ്ങൾ നോക്കുക. 80 + 67.2 ഇട്ട് 147.2 മീറ്ററാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഏത് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് കിട്ടിയാൽ മതി. ഫുൾ മാർക്കാണ് കേട്ടോ. സോ സെറ്റ് ആണല്ലോ. അപ്പോൾ ഐഡിയ ക്ലിയർ ആണല്ലോ. അപ്പോൾ കുറേ വെറൈറ്റി ചോദ്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ വെറൈറ്റിയിലേക്ക് കടക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇതേപോലെ മറ്റൊരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉള്ള അഥവാ കീക്കോണുള്ളൊരു ക്വസ്റ്റ്യൻ. യെസ്, ചോദ്യം ഇങ്ങനെയാണ്. ഇതിൽ മലയാളം മീഡിയം ഉണ്ടോ? ഇതിൽ മലയാളം മീഡിയം മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ് മീഡിയം അല്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയക്കാരോട് പറഞ്ഞുതരാം. ഒരു ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിൽഡിങ്ങിൻ്റെ ചുവട് ഇവിടുന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റ്, ഇതാണ് പോയിന്റ് 100 മീറ്റർ, മുകളറ്റ 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ. ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ മറുവശത്തുള്ള ഒരു കാർ 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു കാർ 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കാണുന്നത്. 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മക്കൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ആംഗിൾ ഏതാണ് 25 ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടത്? ഈ കാണുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരിക, 25 ഡിഗ്രി. ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണോ ആ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെയും വരിക. ഈ സെയിം ആംഗിളാണ് ഇവിടെയും വരിക. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ Z. ഓക്കെ, 25. അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ അത് 25 ആണ് കിട്ടി. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഇത് വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കുക, ഗോപുരത്തിൻ്റെ ഉയരം കാണുക, ഈ കാണുന്ന ഹൈറ്റ് കാണാൻ. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 100 ആണ്. 45 90 സോറി യെസ് 45 ഡിഗ്രി 100 മീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം. അപ്പോൾ നിങ്ങൾ കണ്ട ആംഗിൾ ഓഫ് ഡിപ്രഷൻ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഏത് തന്നെയാണ്? നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ തന്നെയാണ്. കീക്കോൺ ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് മേൽക്കോൺ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്താക്കുക, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ചോദ്യം എന്താ? ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം എത്ര? ഇവിടുന്ന് കാറിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടാൻ 25 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസ്ക് ആണ്. റിസ്ക് അല്ല, ടാൻ 25 യൂസ് ചെയ്താൽ നിങ്ങൾ എന്താ കേട്ടോ? ടാൻ 25 = ഓപ്പോസിറ്റ് ബൈ ബി സി ആണ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ നോക്കണം കേട്ടോ. യെസ്, ഇവിടെ 25 തന്നിട്ട് തന്നെ അല്ല. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ഏതാ നല്ലത്? ഈ കാണുന്ന ആംഗിൾ എത്രയാണെന്നറിയാം? 65 ആണെന്നറിയാം. കണ്ടോ? ഇത് 25 ആണെങ്കിൽ ഇത് 65 ആണ്. അപ്പോൾ ഏറ്റവും നല്ല ടാൻ 65 ആണ്. ഇനി തന്നാലും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല ടാൻ 65 ആണ്. BC/100. സോ 100 ഇൻറ്റു ടാൻ 65. ടാൻ 65 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.14 ഈക്വൽ ടു BC. സോ 214 മീറ്ററാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക പോയിൻറ്റും കാറും നമ്മളെ ഡിസ്റ്റൻസ് 314. നല്ല രസമല്ലേ? 5 മാർക്ക്. എത്ര സിമ്പിളായിട്ടാണ് 5 മാർക്ക് കിട്ടുന്നത്. യെസ്, ഇതേപോലെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. എടാ ഇപ്പോൾ ചെയ്തതിൻ്റെ അതേ ഇംഗ്ലീഷ് മീഡിയം ആട്ടോ കണ്ട്. ഇത് മലയാളം മീഡിയം, ഇത് ഇംഗ്ലീഷ് മീഡിയം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നില്ലാത്തത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മലയാളം മാറ്റമുണ്ട്. ഇംഗ്ലീഷ് ഉണ്ടോ നോക്കാം. അതാ അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ഇത്? യെസ്. അപ്പോൾ ഇത് വേണ്ട. യെസ്, സെയിം. ഇവിടെ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്യാം. സോ മക്കളെല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ, എ ബോയ് 1.5 മീറ്റർ ടോൾ. ഒരു ബോയുടെ നീളം 1.5 മീറ്റർ ആണ്. ഒരു ബോയുടെ നീളം 1.5 മീറ്റർ. സ്റ്റാൻഡിങ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 8.5 മീറ്റർ ഹൈ. 8.5 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ 1.5 മീറ്റർ ഉയരമുള്ള ഒരാൾ നിൽക്കുന്നു. അപ്പം ഇത് 8.5, ഇത് 1.5. സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് ആൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി. ഇവിടെ നിന്ന് ഒരു ടവറിൻ്റെ മുകൾ ഭാഗം നോക്കണം എന്ന് പറഞ്ഞാൽ ടവർ വലുതായിരിക്കും. തലേമെന്ന് തന്നെ നോക്കണേ, കാലുമെന്ന് നോക്കരുത്. ഈ കാണുന്ന ആംഗിൾ 40 ഡിഗ്രി. ഇവിടെ ഏതൊക്കെ പോയിന്റ് ഉണ്ട് അതൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാം.
ആൻഡ് ബോട്ടം ഓഫ് ദി ടവർ അറ്റ് എ ഡിപ്രഷൻ ഓഫ് 50 ഡിഗ്രി. താഴെ ഭാഗം 50 ഡിഗ്രി കീഴ്ക്കോണിൽ നോക്കുന്നു. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി ആണ്. ഈ കാണുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആംഗിൾ ഏതാണ്? ഈ കാണുന്ന ആംഗിളാണ്. ഇതും 50 ഡിഗ്രി ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾ വേണമെങ്കിൽ ഇവിടെ 40 തരാം. നിങ്ങൾക്ക് അറിയാവുന്നൊക്കെ എഴുതി വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ ഡ്രോ എ റഫ് ഫിഗർ യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ്. ഹൗ ഫാർ ഈസ് ദ ബിൽഡിംഗ് ഫ്രം ദി ടവർ? ഈ കാണുന്ന നീളം എത്ര? എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്കറിയാം ഈ കാണുന്ന നീളം തന്നെ 1.5 + 8.5 10 ആണ്. 10. അപ്പോൾ ഓരോന്നും പേര് കൊടുക്കുക. A B C D E F G. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. tan 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു tan 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു tan 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് AB. അപ്പോൾ tan 40 അല്ല നല്ലേ? ഈ കാണുന്ന കിട്ടാൻ എന്താ നല്ലത്? tan 40 ആണ് നല്ലത്. tan 40. tan 50 ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് AB ബൈ 10. ഇവിടെ tan 40 തന്നിട്ടുണ്ടോ നോക്കിയേ? യെസ്, tan 40 തന്നിട്ടുണ്ട്. സോ 10 × 0.84 ഈക്വൽ ടു AB. അപ്പോൾ AB യുടെ നീളം എത്ര? 8.4 മീറ്റർ ആണ്. AB യുടെ നീളം 8.4 മീറ്റർ. അത് അത്രയും അകലയിലാണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ. ഈ കാണുന്ന ടവറിൻ്റെ ഹൈറ്റ് കാണാൻ നമുക്കറിയാം ഇത്രയും നീളം 10 ആണ് നമുക്കറിയാം. ഈ സെയിം ആണ് ഇതും വരുന്നത് 10 മീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ AE ഈക്വൽ ടു BF. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതാ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന നീളം 8.4 ആണ്. ഈ കാണുന്ന നീളം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? tan 40 യൂസ് ചെയ്യാം. tan 40 ഈസ് ഈക്വൽ ടു അഗെയിൻ അടുത്തൊരു ട്രയാങ്കിൾ. tan 40 ഈസ് ഈക്വൽ ടു ഏതാ ട്രയാങ്കിൾ? EFG. അതാണ് ഇവിടെ എഴുതി വെച്ചോ മനസ്സിലാവാൻ. ഇവിടെ യൂസ് ചെയ്തത് tan AEB. EFG ഈസ് ഈക്വൽ tan 40 ഈസ് ഈക്വൽ ടു FG ഡിവൈഡ് ബൈ അല്ലെ ഗേൾ ഫ്രണ്ട് അല്ലേ GF ഡിവൈഡ് ബൈ 8.4. സോ ആൻസർ ആയി 8.4 × 0.84 ഈക്വൽ ടു GF. സോ 8.4 നമുക്ക് 84/10 എന്നും 84 നമുക്ക് 84/100 എന്ന് എഴുതാം. സോ 84 × 84 എത്രടാ? വാട്ട് ഈസ് 84 × 84? 7056/1000 സമം 7.0 വരും. 7 എഴുതിയാലും മതി. 7 ഈ കാണുന്നത് എത്രയാണ്? 7. സോ ടോട്ടൽ ലെങ്ത് ഈസ് 10 + 7 17 എന്ന് എഴുതാം. ചില ആൾക്കാർക്ക് 16.9 കിട്ടും. ഏതായാലും കുഴപ്പമില്ല. 17 മീറ്റർ. അതിൻ്റെ ചെറിയൊരു പോയിന്റ് അങ്ങോട്ടും കൊണ്ട് മാറിയാൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങളത് പേടിക്കണ്ട കേട്ടോ. ചെറിയൊരു നീളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ച് ഒരു കുഴപ്പമില്ല. സോ പ്രിയപ്പെട്ട മക്കളെ, ഐഡിയ ക്ലിയർ ആയി എന്ന പ്രതീക്ഷയോടുകൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ചാപ്റ്റർ എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 40 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു ആൺകുട്ടി ടവറിൻ്റെ മുകൾ ഭാഗം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഒരു ടവറിൻ്റെ ചുവട്ടിൽ നിന്നും 40 മീറ്റർ അകലെ നിൽക്കുന്ന ഒരു ആൺകുട്ടി 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. അവിടെ തന്നിട്ടുണ്ട് 45 ഡിഗ്രി 40 മീറ്റർ. ഓക്കെ, ഇതേ ടവറിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി ടവറിൻ്റെ മുകൾ ഭാഗം 38 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിൽ കാണുന്നു. 38 ഡിഗ്രി 38 ഡിഗ്രി. ഓക്കെ, മുകളിൽ തന്നിട്ടുള്ള വരച്ചു. ടവറിൻ്റെ ഹൈറ്റ് കാണാൻ വളരെ സിമ്പിളാണ്. 45 ആണ്, ഇത് 40 മീറ്റർ ആണ്. 45 90 ഒരുപാട് ചോദ്യം നമ്മൾ ചെയ്തു. അപ്പോൾ ഈസി ആയിട്ട് കിട്ടി. ടവറിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് പെൺകുട്ടി? ഈ ദൂരം കാണാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാതെ ഏറ്റവും നല്ലത് 38 ആണെങ്കിൽ ഈ കാണുന്ന നീളം കാണാൻ ഏറ്റവും നല്ല ഏതാടാ? ABCD. 38 ആണെങ്കിൽ ഇത് 52 ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല 52 ഡിഗ്രി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ 52 തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 38 തന്നെ യൂസ് ചെയ്യണം. സോ tan 38 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ BC. സോ BCനെ അങ്ങോട്ട് കൊണ്ടുവരിക. BC ഈക്വൽ ടു tan 38 അങ്ങോട്ട് കൊണ്ടുപോവുക. tan 38. സോ 40 ഡിവൈഡ് ബൈ tan 38 പറഞ്ഞാൽ എത്രയാടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് ഒഴിവാക്കാൻ മുകളിലും 10 താഴെയും 10 കൊടുക്കുക. അപ്പോൾ 400/8 എന്ന് കിട്ടും. 400/8 പറഞ്ഞാൽ എത്ര? 8×5 = 40 50. സോ 50 മീറ്റർ.
ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വിചാരിച്ചത്. ഇനി ഇതും അല്ലാതെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ പ്രിയപ്പെട്ട മക്കളെ, ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഒരു കോൺഫിഡൻസ്, അത്രയും കുറച്ച് കഷ്ടം നോമ്പൊക്കെ നോറ്റിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ്. സോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വാങ്ങിത്തരണം. മാക്സിമം നിങ്ങൾ എന്താക്കുക, പറ്റുന്നിടത്തോളം പഠിക്കുക. മാർക്ക് കിട്ടിയോ അല്ലെ കിട്ടിയിട്ടില്ലോ അല്ലേ, പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുക്കുക. ഉറങ്ങണം കേട്ടോ. നിങ്ങൾ ഞങ്ങളെപ്പോലെ അല്ല, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണേ. ഒരു 6 മണിക്കൂർ എങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങണം, എന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കമൻറ്റ് ചെയ്യാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിലും മെഗാ മാരത്തോണിലും കാണാം. ബൈ.